വിജയം ഉറപ്പിച്ച് രാഹുൽ, മൂന്നിലേക്കൊതുങ്ങി സരിൻ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏവരും നിസ്സംശയം പറയും പാലക്കാട് എന്ന്. ഈ ഉപതെരഞ്ഞെടുപ്പിലെ താരം ആരെന്ന് ചോദിച്ചാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരും പറയും അത് രാഹുൽ മാങ്കൂട്ടം എന്ന്. എതിരാളികൾക്ക് പോലും അല്ല എന്ന് പറയുവാൻ പറ്റുമോ? ഇല്ല. വയനാടായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധ നേടുന്ന മണ്ഡലം. അതുപോലെ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും മിന്നും താരം എന്ന് പലരും കരുതി. എങ്കിലും എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചു. കരിമ്പനകളുടെ നാട്ടിൽ മിന്നൽ പ്രകടനമാണ് രാഹുലും UDF കാഴ്ചവെച്ചത്. അവസാന നിമിഷം വരെ ട്വിസ്റ്റുകളും സർപ്രൈസുകളും. ചുരുക്കം പറഞ്ഞാൽ ജനശ്രദ്ധ മുഴുവൻ പാലക്കാടായിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധയും. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള ആദ്യ വരവും ആദ്യ പ്രസംഗവും മാത്രമാണ് ശ്രദ്ധേയമായത്. 13-ാം തീയതി പോളിംഗ് ദിനത്തിൽ പോലും കാര്യമായ തരംഗം ഉണ്ടായില്ല. വെറും 64.72% വയനാട്ടിലെ പോളിംഗ്. ചേലക്കരയിലാകട്ടെ പോളിംഗ് 72.77%. എന്നാൽ 20-ാം തീയതി പാലക്കാട് എന്താകുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ. UDF കരുത്തുറ്റ ഒരു നേതൃത്വം ഉണ്ടെന്ന് ജനങ്ങൾക്ക് വെളിവായ സംഭവമായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം. പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്റെ തട്ടകമായ പാലക്കാട് ഉപേക്ഷിച്ച് വടകരയിൽ പോകുകയും ആ ടഫ് ടെറൈനിലും വിജയത്തിന്റെ മൂവർണ്ണക്കൊടി പാറിക്കുകയും ചെയ്ത യുവനേതാവ് ഷാഫി പറമ്പിലിന്റെ വാക്കുകൾക്ക് UDF നേതൃത്വം വില കൊടുത്തു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഷാഫിയും കയ്യും മെയ്യും മറന്ന് പാലക്കാട് പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് പാലക്കാട് കാണുവാനും സാധിക്കുമായിരുന്നു. കോൺഗ്രസിൽ പാലക്കാട് മത്സരിക്കുവാൻ ആഗ്രഹമുള്ള പലരും ഉണ്ടായിരുന്നു. ആ നാട്ടുകാരും ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾക്കടക്കം അവിടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചികയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ വിജയിക്കുക എങ്ങനെയും എന്നതല്ലാതെ ഒരു പോംവഴിയും UDF മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു നല്ല ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാ ആഗ്രഹങ്ങളും ഭിന്നതകളും മറന്ന് മുന്നണിയുടെ പൊതുനന്മയെ കരുതി ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടി വരും. അതുതന്നെയാണ് UDF നേതൃത്വം ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് യുവനേതാവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പാലക്കാട് പ്രഖ്യാപിക്കപ്പെട്ടത്. തുടക്കത്തിൽ പ്രാദേശികമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് അല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും UDF നേതൃത്വം അത് മാനേജ് ചെയ്തു. സരിന്റെ ഇടതുപക്ഷവുമായുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസ് അറിഞ്ഞിരുന്നുവെങ്കിലും അവർ അത് കാര്യമായി എടുത്തിരുന്നില്ല. കാരണം സരിൻ ചാടിയാലും എത്രത്തോളം ചാടും എന്ന ഒരു കണക്കുകൂട്ടൽ UDF നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കുവാൻ. സരിന്റെ പ്രഖ്യാപനങ്ങളും പാർട്ടി വിടലും ഒക്കെ യഥാർത്ഥത്തിൽ UDF കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് കൊട്ടിക്കലാശം നടക്കുന്ന ഈ വേളയിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പി സരിൻ CPM സ്ഥാനാർത്ഥിയായതോടെ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ CPM 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. പാലക്കാട് 3 സ്ഥാനാർത്ഥികളെയും അളക്കുവാൻ ജനങ്ങൾക്ക് ധാരാളം സമയം കിട്ടി, അവസരം കിട്ടി. സരിനെ കുറിച്ച് ജനങ്ങൾക്ക് കാര്യമായി അറിയില്ലായിരുന്നു എങ്കിലും കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ വിഭാഗം മേധാവി, IAS ഉദ്യോഗം രാജിവെച്ച് പൊതുപ്രവർത്തനത്തിനിറങ്ങിയ ആൾ, MBBS ഡോക്ടറാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാതെ പൊതുസേവനത്തിനിറങ്ങിയ വിദ്യാസമ്പന്നൻ എന്നൊക്കെയുള്ള നിലയിൽ ഒരു പരിധിവരെ ബഹുമാനവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യ ദിനം വാതുറന്നപ്പോൾ തന്നെ സരിന്റെ ചെമ്പ് തെളിഞ്ഞു. പിന്നങ്ങോട്ട് സെൽഫ് ഗോളുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ കനത്ത ആന്റി ഇൻക്യുമൻസി ഫാക്ടറും അതിലുപരി പിണറായിയോടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷവും പ്രകടിപ്പിക്കുവാനുള്ള മികച്ച ഒരു അവസരവുമായാണ് ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഈ വേളയിൽ ഒരു നിലപാടുമില്ലാത്ത ഒരു കുലംകുത്തിയെ തന്നെ CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ചേരേണ്ടടുത്ത് തന്നെ ചേർന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു. അങ്ങനെ 3 മുന്നണികളിൽ ഏറ്റവും മോശം സ്ഥാനാർത്ഥി CPM മാറി. CPM സാധാരണ ഇറക്കുന്ന എല്ലാ തറ നമ്പറുകളും പാലക്കാടും പയറ്റി. പക്ഷേ ഉലയിൽ ഊതിയെടുത്ത പൊന്നുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശോഭയേറി. സരിന്റെ CPM പ്രവേശം, സിറ്റപ്പന്റെ പരിപ്പുവടയും കട്ടൻ ചായയും, രാത്രി റെയ്ഡ്, ട്രോൾ വിവാദം, അങ്ങനെ എന്തെല്ലാം വിവാദങ്ങൾ. പക്ഷേ ആ വിവാദങ്ങളെയെല്ലാം രാഹുലിന് സമർത്ഥമായി തനിക്ക് അനുകൂലമാക്കിയെടുക്കുവാൻ സാധിച്ചു എന്ന് വേണം പറയുവാൻ. മുനമ്പം വിഷയം വർഗീയവൽക്കരിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന 8000-ഓളം ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ കത്തോലിക്ക സഭാ നേതൃത്വം കിണഞ്ഞു ശ്രമിച്ചു. എങ്കിലും വിശ്വാസി സമൂഹത്തിന് മതമേലധ്യക്ഷന്മാരുടെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലായതോടെ അതും പൊളിഞ്ഞു. പാലക്കാട്
സി കൃഷ്ണകുമാറിന്റെ വിജയസാധ്യത തകർത്ത് കളഞ്ഞത് മറ്റാരുമല്ല കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ചേർന്നാണ്. ഇവരുടെ ചക്കുളത്തിപ്പോരും പടലപ്പടക്കങ്ങളും അതിലെല്ലാം ഉപരി വിടുമിടുക്കനായ സന്ദീപ് വാര്യരെ നഷ്ടപ്പെടുത്തിയതുമെല്ലാം പാലക്കാട് പാർട്ടിക്ക് കനത്ത ദോഷം ചെയ്തു. സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിൽ കൊണ്ടുവന്നത് UDF നേതൃത്വത്തിന്റെ മികച്ചൊരു മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു. കെ സുരേന്ദ്രന്റെ തരംതാണ സ്റ്റേറ്റ്മെന്റുകൾ പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കി. BJPയുടെ സീഡിംഗ് ഫണ്ട് ലഭിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ അവസാന നിമിഷം വരെ BJPയെ വെള്ളപൂശുവാൻ നന്നായി പണിയെടുത്തുവെങ്കിലും ആ പണി കൊണ്ടൊന്നും സ്ഥാനാർത്ഥി രക്ഷപ്പെടില്ല എന്നതാണ് പരമാർത്ഥം. അങ്ങനെ ഇന്ന് 6 മണിക്ക് കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ട്രെൻഡ് വെച്ച് രാഹുൽ 1-ാം സ്ഥാനത്തും സി കൃഷ്ണകുമാർ 2-ാം സ്ഥാനത്തും പി സരിൻ 3-ാം സ്ഥാനത്തും ആണ്. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളുമായി വന്ന ആർക്കും ഇത്തവണ അതിനുള്ള ധൈര്യമുണ്ടായില്ല എന്നതാണ്. കാരണം അത്ര കൃത്യമായിരുന്നു കഴിഞ്ഞ തവണ അവർ നടത്തിയ ആ പ്രവചനങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.